ചെല്ലപ്പം വയ്ക്കോ. എന്റെ അച്ഛൻ എവിടെ? എന്താ ഇവൾ അച്ഛനെയൊക്കെ തിരക്കുന്നത്? ഇവളുടെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ വരില്ല. പിന്നെ കൊണ്ടുവന്നത്? അതൊക്കെ മുതലാളി പറഞ്ഞു തരും. അയ്യോ, അയ്യോ മുതലാളി, ഞാൻ പാവപ്പെട്ടവളാണ്, എന്നെ നശിപ്പിക്കരുത്. ഞാൻ പാവപ്പെട്ടവളാണ് മുതലാളി, എന്നെ നശിപ്പിക്കരുത്. അയ്യോ, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ, ഇവിടെ ആരുമില്ലേ? എവിടെ ലക്ഷ്മിയമ്മ? ഞാനിവിടെ ഉണ്ട്. ബേബിയെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നില്ലേ? ആ, കൊണ്ടുവന്നു. എന്നിട്ട് എവിടെ? കാണുന്നില്ലല്ലോ. മുറിയിലുണ്ട്. ഇപ്പോൾ പോയി കാണണ്ടെന്ന് പറയൂ ലക്ഷ്മിയമ്മേ, അവൾ ഉറങ്ങിക്കാണും. എനിക്ക് എപ്പോഴും എവിടെ വെച്ച് മോളെ കാണാമെന്ന് പറയണം. ഇങ്ങനെ കുടിച്ച് ലക്കില്ലാതെ പോയി കാണണ്ടെന്ന് പറയൂ ലക്ഷ്മിയമ്മേ. ഞാൻ എത്ര കഴിച്ചാലും എന്റെ നിലയ്ക്കൊരു കുഴപ്പവുമില്ല. പോകാൻ പറയൂ. എവിടെ നാടായി കൂട്ടിക്കൊണ്ടുവരുന്നത്? ഞങ്ങൾ നായാട്ടിന് പോയിരുന്നു. നിങ്ങളുടെ ഒരു നായാട്ട്. എടാ ചെല്ലപ്പാ, നിങ്ങളുടെ നായാട്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിലല്ലായിരുന്നോ? ഇവിടെ ആരും അറിയില്ലെന്ന് വിചാരിക്കരുത്. അറിയാമെങ്കിൽ പിന്നെ ചോദിക്കുന്നു എന്തിന്? നിന്നെ ഹോസ്റ്റലിൽ നിന്ന് എന്തിനാണ് പുറത്താക്കിയത്? അമ്മ പറഞ്ഞില്ലേ? ഓ, നിങ്ങൾ തമ്മിൽ സംസാരിക്കില്ലല്ലോ. ബോയ് ഫ്രണ്ടിനോടൊപ്പം കുടിച്ചും കൂത്താടിയും നടന്നിട്ട്. കൊള്ളാം. ഇനിയെന്താ ഭാവം? ഈ നരകത്തിൽ തന്നെ ജീവിക്കാൻ. നരകമോ? അതെ, എന്റെ അമ്മയും എന്റെ അച്ഛനും ഉള്ള ഇടം എനിക്ക് നരകമാണ്. നീ അമ്മയുടെ മകള് തന്നെടി. എന്താണ് ഗോപാലപിള്ളി പ്രഭാത പേര്? അടുക്കള റൊമാൻസ് ആണോ? അടുത്തേക്ക് വരാമോ? എന്താ സ്വാമി പറഞ്ഞത്? എന്നെ പറ്റി വലുതാണെങ്കിലേ എന്നെ മട്ടങ്ങ് മാറുവേ. അയ്യോ, കൊണ്ടോ റൊമാൻസ് എന്ന് കേട്ടപ്പോഴേക്കും അമ്മുവിന്റെ മുഖം ഒന്ന് ചോന്നല്ലോ. ഞാൻ ഓപ്പണാ ചൊല്ലട്ടുമാ, ഇപ്പൊ നല്ല അന്നക്കിളി പോലെ ഇരിക്കുന്നുണ്ട്. അന്നക്കിളി തെരിയുമാ? എന്ത് പോയ എന്നോട് വൈഫ് ജഗത്ത്, അതായത് അമ്മു സ്വാമിയുടെ വൈഫ് പോലെ ഇരിക്കുന്നെന്ന്. എന്താ പറഞ്ഞത്? എന്നാ അപ്പഴാ ഞാൻ சொன்ன ഗോപാലപിള്ളേ, ശുദ്ധ അസംബന്ധം. ഒന്ന് പാക്ക ഒരു വേലക്കാരി മാതിരില്ലേ അന്നക്കിളി പോലെ ഇരിക്കുന്നു சொன்னேன். அதுல என்ன மிஸ்டேக்? சத்தியம் தானே? ஆமா, இது என்ன காஃபியோ? ஆமா, நம்ம எஸ்டேட்ல காஃபியோட டேஸ்ட் இப்ப எப்படி இருக்கு? அது എപ്പോഴും ഒരുപോലെ തന്നെ സ്വാമി. സ്വാമിക്ക് വേണേൽ ഒരു കപ്പ് കാപ്പിക്ക് പറയാം. എന്നാ ചുടുചൂടാ ഒരു കപ്പ് കാപ്പി അമ്മുവിന്റെ കയ്യിൽ എനിക്കും കൂടാ. സ്വാമി ഈ പ്രായത്തിലും ആളൊരു ശിങ്കാരവേലൻ തന്നെ. കറക്റ്റ് ഗോപാലപിള്ള சொன்னதுதான் കറക്റ്റ്. എൻ വൈഫില്ലേ ജഗതം இந்த மாதிரி தான் பேச்சு, இந்த மாதிரி ഇങ്ങനെ തന്നെ പറയും. സ്വാമി അറിഞ്ഞില്ലേ ദേവിക്കുഞ്ഞിനെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയെന്ന്? ഇനിയിപ്പോ സ്ഥിരതാമസത്തിൽ വന്നിരിക്കുക. എന്താണാവോ കാര്യം? സമയം രാഹുകാലം, വിഷയം മരമന രഹസ്യം. ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഞാനും ഇനിയിപ്പോ കല്യാണം കഴിച്ച് അയക്കാൻ പോകണത്രേ. ഓ, അപ്പടിയാ? നിജമാ ഇത് നിജമാ? இந்த பேபி குழந்தைக்கு கல்யாணம் நடக்கும் என்பது நிஜமா? அம்மு போயாச்சா? സൗദാമിനി ഇരിക്കൂ. നീ ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത്? ഈ ചേട്ടനേക്കാൾ വാശിയുള്ളവളാണ് നീ എന്നാണ് ഞാൻ വിചാരിച്ചത്. നീ ഒരിക്കലും ഈ പടികേറി വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. നാണവും മാനവും ഇല്ലാത്തവർക്ക് എന്തുമാകാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? അവള് വന്ന കാര്യം പറയട്ടെ. സൗദാമിനി ഇപ്പോഴെന്താ ഇങ്ങോട്ട്?
ചേച്ചി, ഇനി എനിക്ക് ബന്ധുവായിട്ട് ഒരാൾ ഈ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴാണ് നിനക്ക് തോന്നിയത്? എന്തായാലും വന്ന കാര്യം പറയട്ടെ. ബേബി പഠിപ്പ് നിർത്തി. എമ്മാടിപ്പുറം കാണിക്കുന്നതിന് കോളേജിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതാ. അമ്മയുടെ മകളല്ലേ, ആ യോഗ്യത കാണിക്കാതിരിക്കുമോ? അന്വേഷിക്കുന്നില്ലെങ്കിലും ഞങ്ങളൊന്നും അറിയുന്നില്ലെന്ന് കരുതണ്ട. ഇനിയും ഇങ്ങനെ വിട്ടാൽ എന്റെ മകൻ നശിച്ചു പോകും ചേട്ടാ. അതുകൊണ്ട് നേരത്തെ നശിച്ച് നീയാണോടി മകളുടെ നാശത്തിൽ ഉത്കണ്ഠപ്പെടുന്നത്? അതെ ചേട്ടാ, ആ നാശത്തിൽ നിന്നും എന്റെ മകളെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ ഞാൻ മഹാപാപിയായി പോകും. അതിന് ഞാനെന്ത് വേണമെന്നാ പറയുന്നത്? എന്റെ മകളെ ആർക്കെങ്കിലും ഒന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ചേട്ടൻ സഹായിക്കണം. എന്ന് വെച്ചാൽ ഞാൻ പോയി നിന്റെ മകൾക്ക് വിവാഹം നടത്തണമെന്ന്? നിന്നെ നിന്റെ മകളെ കുറിച്ച് ആരോട് നീ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മാനക്കടാ. നീ നിന്റെ ഒരു മകളും മിണ്ടരുത്, പോരാണ് പറഞ്ഞത്. ശ്യാമയ്യർ, ഇവിടെ ക്യാഷ് ഉള്ളത് ഇരിപ്പുണ്ടോ? എനിക്കൊരു 10,000 രൂപ വേണമല്ലോ. ക്യാഷ് വേണമാ ചെക്ക് പോതുമാ? എനിക്ക് ക്യാഷാണ് ആവശ്യം എന്നറിഞ്ഞൂടെ? അറിയാം അറിയാം, അതിലൂടെ ക്യാഷ് ഉണ്ടല്ലോ. ആര് പറഞ്ഞു ക്യാഷ് ഇല്ലെന്ന്? ക്യാഷ് എടുക്ക്, ക്യാഷ് എടുക്ക്, ക്യാഷ് എടുക്ക്, ക്യാഷ് എടുക്ക്, ക്യാഷ് എടുക്ക്. എന്താ കണക്കൊക്കെ ശരിയാക്കിയോ? അടുത്ത ആഴ്ച ഓഡിറ്റ് വരുന്നുണ്ട്. വരട്ടും. കണക്കെല്ലാം ഓക്കെ ഓക്കെ പണിക്കൊണ്ടിരിക്കണു. ഗോപാലപിള്ള, എന്തോ മുതലാളി പറഞ്ഞത് കേട്ടില്ലേ നീ? കേട്ടു. അടുത്ത വാരം ഓഡിറ്റർ വരുന്നു. ആ അതന്നെ, വരട്ടും വരട്ടും. അവന്റെ പെരിയപ്പ വന്നാലും നമ്മുടെ കണക്കെല്ലാം ഓക്കെ. ഭൂമിശാസ്ത്രം പോലെ തെരുമാനക്ക് ആകുന്നു ആകുന്നു. நிஜமா இது நிஜமா இந்த பெட்ரைசர் வாங்க 10 lakhs ஆவது நிஜமா? എന്തിനാ സിദ്ധയ്യ ആ കാറ് കാണുമ്പോഴൊക്കെ ഇങ്ങനെ തുപ്പുന്നത്? ആ രാജശേഖര മുതലാളിയോട് നിനക്ക് എന്താ ഇത്ര വിരോധം? വിരോധമോ? അത് അവനും എനിക്കും അറിയാം. അത് തന്നെയാ ചോദിച്ചത്. ഇപ്പൊ എന്റെ ദേഷ്യം എനിക്ക് അങ്ങനെ തീർക്കാൻ കഴിയൂ. എപ്പോഴെങ്കിലും എനിക്ക് ശക്തി കിട്ടിയെങ്കിൽ. ഹലോ, ബേബി ഹിയർ. ഞാൻ രമേശാണ്. രമേഷോ, എങ്ങനെ ഇവിടെ എത്തി? എനിക്കിവിടെ ബന്ധുവീടുണ്ട്. കൂട്ടത്തിൽ നിന്നെയും കാണാന്ന് കരുതി. ഐ സീ. ഞാനൊരു വിക്ടോറിയ പാർക്കിൽ കാത്തു നിൽക്കാം. ഉടനെ വരണം. ഓക്കെ, ഞാനിതാ വരുന്നു. ഓക്കെ. ഡ്രൈവർ വണ്ടി എടുക്ക. അമ്മയോടും ചോദിക്കട്ടെ. എന്തിന്? അമ്മയോട് ചോദിച്ചിട്ട് കാർ എടുക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞത്? നിവൃത്തിയില്ല കുഞ്ഞെ. എങ്കിലെ താക്കോലും എടുക്ക. അയ്യോ, അത് തരാൻ പറ്റില്ല കുഞ്ഞെ. എടുക്കണോ താക്കോല്? കൊച്ചമ്മേ, ക്ഷമിക്കണം. ഇങ്ങനെ തല്ല് വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പോകുന്നു. ഹായ് ബേബി. ഹലോ. ഹലോ രമേഷ്. രമേഷിന്റെ ഫോൺ വന്നപ്പോൾ ഞാനിങ്ങോട്ട് പറക്കുകയായിരുന്നു. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ വയ്യ. വീട്ടിൽ എന്താ സംഭവിച്ചു? വീട്ടിൽ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കാണ്. ആരെങ്കിലും ഈ പ്രായത്തിൽ വീട്ടിൽ പോയി സ്ഥിരതാമസമാക്കുമോ? ബോറടിക്കില്ലേ? ബോറടിക്കാൻ മാത്രമല്ല, എന്റെ മനസ്സിനും തീരെ സുഖമില്ല രമേഷ്. അതിന് മരുന്നുണ്ട്. എന്താണത്?
ഐ വിൽ ഷോ യു. ജാതകം വെക്കുമെങ്കിൽ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു മുഹൂർത്തം നോക്കി ഉടനെ തന്നെ വിവാഹം നടത്തി കളയാം. യു നോ ബേബി ഈസ് എ വെരി നൈസ് ഗേൾ. ആരും ഇഷ്ടപ്പെട്ടു പോകും. എന്നാ പെരുമാറ്റം, എന്നാ ക്യാരക്ടർ. ആൻഡ് ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ആൾസോ. ആ, മോൾ എവിടെ കാണുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഉടനെ പോണം. ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാ. ഉടനെ വരും. ആ, അവൾ തന്നെ വരുന്നെന്ന് തോന്നുന്നു. Come in. ബേബി, ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. യു ക്യാരി ഓൺ. ഓക്കെ, Okay. ബൈ. Bye. ഇതായിരിക്കും നിങ്ങളുടെ മകള് അല്ലേ? ഓ, നിങ്ങൾ എന്നെ കാണാൻ വന്നതാണോ? മകളെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 5 ലക്ഷം അല്ല 10 ലക്ഷം രൂപ എന്നാലും ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട. മനസ്സിലായോ? വരൂ സരസ്വതി. അയ്യോ, ഞാൻ ചൊല്ലത് കളങ്കോ, ചൊല്ലത് കളങ്കോ. റിയലി ഐ ആം വെരി സോറി. ഇതെല്ലാം അബദ്ധം പറ്റിയതാണ്. തിരിച്ചു വരൂ പ്ലീസ്, പ്ലീസ്. മോളെ, അവരിവിടെ വന്ന് എന്തിനാണെന്ന് അറിയാമോ? അറിയാം. എന്റെ കല്യാണം ആലോചിക്കാനല്ലേ. ആ കാര്യത്തിൽ എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. കാരണം ഞാൻ ആ വക ബന്ധങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോ നീ ഈ കുടുംബം നശിപ്പിച്ച് അടങ്ങുമെന്നാണല്ലേ? അമ്മ നാശത്തെപ്പറ്റി മകളോട് പറയുന്നു. ഈ കുതിരയാണ് ഈ നാശം മുഴുവൻ ഇവിടെ വരുത്തി വെച്ചത്. എടി, നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതിന്റെ അർത്ഥം എന്ത്? അതെനിക്ക് പറയണം. ഈ വീട്ടിൽ ശിക്ഷ അനുഭവിക്കുന്ന ഞാൻ ഒരുത്തിയാണ്. എനിക്കിവിടെ അച്ഛനമ്മയുണ്ടോ? ഒരന്യെപ്പോലെയാണ് ഞാനിവിടെ കഴിഞ്ഞുകൂടുന്നത്. എന്തിനു നീ എങ്ങനെ കഴിഞ്ഞുകൂടണം? അതിനെനിക്ക് മറുപടി പറയാൻ വയ്യ. എന്തുകൊണ്ട്? നിങ്ങളെന്റെ അമ്മയായിപ്പോയി, അതുകൊണ്ട്. ആ ബന്ധം സാരമില്ല. പറയൂ, എനിക്കതറിയണം. ഞാൻ പറയില്ല. എടി, പറയാതെ നിന്നെ ഞാൻ വിടില്ല. അമ്മ സ്വന്തം മനസ്സിനോട് ചോദിച്ചാ മതി, മറുപടി കിട്ടും. ഈയിടെ വാങ്ങിയതാണ് ഈ കുതിരയെ. കുതിര എന്ന് പറഞ്ഞാൽ സൗദാമിനിക്ക് കലശലായി കിറുക്കാണ്. ഇന്ത പ്രദേശത്തിൽ അതൊരു സംസാര വിഷയം തന്നെയായിരിക്കുന്നു. നമ്മുടെ തറവാട്ടിലും പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു. അവളുടെ ചെറുപ്പത്തിലെ അവളെയും കൊണ്ട് അച്ഛൻ എന്ത് സവാരി നടത്താറ്. ഇപ്പോ ആളുകൾ കേൾക്കല. இந்த ജീപ്പും കാറും ഒക്കെ ഇരിക്കുമ്പോൾ എതുക്ക് കുതിരയെന്ന്. ജീപ്പും കാറും ഒക്കെ ഉണ്ടെങ്കിലും കുതിരയെന്ന് പറഞ്ഞ അതിന്റെ അന്തസ് വേറെ ഒന്നും തന്നെയാ. നോ ഡൗട്ട്. കുതിരയെ താ. നോ പെട്രോൾ പ്രോബ്ലം, നോ ടയർ പ്രോബ്ലം, പ്രകൃതി വാഹനം. അല്ല കേട്ടോ, എന്റെ ഈ ദണ്ണം കൊണ്ടാ. അല്ലെങ്കിൽ ഞാനും നിത്യം സവാരിക്ക് പോയനെ. ആമാ, ഞാനും കേൾക്കണമെന്ന് വിചാരിച്ചു. എവിടെയാണ് ദണ്ണം? ഹൃദയത്തിന് തന്നെ. കേട്ടിട്ടില്ലേ? അഞ്ജന. ഓ, കേട്ടിരിക്കെ. ആഞ്ജനേയൻ, അതാവത് ഹനുമാൻ അല്ലുവാ? ഹനുമാനും സുഗ്രീവനൊന്നും അല്ല സ്വാമി. അഞ്ജന ഒരുതരം ഹൃദ്രോഗമാണ്. ചേട്ടന്റെ ഹാർട്ടിനാണ് സ്വാമി ട്രബിൾ. അത് വന്നാലുണ്ടല്ലോ, ഹോ, പാക്കുവെട്ടിയുടെ ഇടയിൽ പെട്ടതുപോലെയാണ് ഹൃദയം.
കിടുക്കൻ വേദന. ഇവിടെ അങ്ങോട്ട് തുടങ്ങും, പിന്നെ ഒരൊറ്റ പാച്ചിലാണ് ഈ ഭാഗത്തേക്ക്. ശിവ ശിവ, കേൾക്കുമ്പോഴേ എനിക്ക് ഭയമാവുന്നു. സൗദാമിനി, എങ്ങനെയുണ്ട് പുതിയ കുതിര? മിടുക്കനാണ്. നാളെ പുറത്ത് സവാരിക്ക് കൊണ്ടുപോകണം. ആ ചേട്ടന് മരുന്നെല്ലാം കൃത്യമായി കൊടുക്കുന്നില്ലേ? ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. വ്യായാമം ഒന്നും മുടങ്ങുന്നില്ലല്ലോ? ഞാൻ ദിവസവും 1-2 നാഴി നടക്കാറുണ്ട്. എന്താ പോരെ? വേഗം വാ. അവിടെ നമസ്കാരം പറ. എന്താ സിദ്ധയ്യൻ, ആരായത്? ജോലി അന്വേഷിച്ച് എസ്റ്റേറ്റിൽ വന്നതാ. ആള് മഹാപാവമാണ്. എന്ത് ജോലി അറിയാം? കുതിരക്കാരനാ. വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കിവിടെ ഏതായാലും ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നാ. ആയിക്കോട്ടെ, അതൊന്നും എന്നോട് ചോദിക്കണ്ട. സിദ്ധയ്യന് തൃപ്തിയാണെന്ന് വെച്ചാ ആയിക്കോട്ടെ. എന്താ പേര്? ചന്ദ്രശേഖരൻ. இந்த കുതിരയുടെ ഭൂമിശാസ്ത്രവും ചരിത്രവും എല്ലാം നല്ല പഠിച്ചിരിക്കോ? കുതിരയുമായി 5-8 കൊല്ലത്തെ പരിചയമുണ്ട്. ഏതാവത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ലൈസൻസോ ഇരിക്കോ? അതൊന്നും വേണ്ട സ്വാമി, അതൊക്കെ സിദ്ധയ്യന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇല്ല, ചുമ്മാ ഒന്ന് ടെസ്റ്റ് പണി പാക്കാൻ നനച്ച. ഒന്നും വേണ്ട. സിദ്ധയ്യ, ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ആ കുതിര ഒന്ന് കാട്ടിക്കൊടുക്കൂ. വരൂ. മരുന്ന് കഴിക്കൂ. മോളെ, നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ? ഇല്ല. അച്ഛനെ ഉപദ്രവിക്കാതെ പോയി കിടന്നുറങ്ങ്. മാധവി, മോളെ കൂട്ടിക്കൊണ്ടു പോകോ. ഇനി മോള് പോയി കിടന്നുറങ്ങിക്കോളൂ. ശരിച്ചാ. മോളെ നിൽക്ക്. ഇതെന്ത് കണക്കാ? അച്ഛന് 2 ഉമ്മയും അമ്മയ്ക്കൊന്നും. ഞാൻ അച്ഛന്റെ മോളാ. അവൾക്ക് അച്ഛനോടാണ് കൂടുതൽ സ്നേഹം. അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യം വല്ലതും ഉണ്ടോ? എന്റെ മോള് പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. സൗദാമിനി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എല്ലാം എനിക്കറിയാം സൗദാമിനി. 3-4 വർഷമായി ഞാൻ ഈ അവസ്ഥയിൽ കഴിയുന്നു. അതുകൊണ്ടെന്താ? പേരിന് മാത്രമാണ് ഞാനിപ്പോൾ നിന്റെ ഭർത്താവ്. എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തതെല്ലാം ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നത്? ഉറങ്ങിയാട്ടെ. എന്തിനാണ് തുറന്നു നോക്കുന്നത്? താനാരാ? ശേഖരൻ. ഓഹോ,
താനാണല്ലേ ഇവിടെ പുതുതായി വന്ന കുതിരക്കാരൻ? അതെ. നിങ്ങളാരാ? ഞാനോ? എന്റെ പേര് ചെല്ലപ്പൻ. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഇതൊക്കെ നോക്കുന്നത് ഞാനാ. എടോ മടപ്പയലേ, കുതിരക്കാരാ? നിനക്ക് കുതിരയെ നോക്കിയാൽ പോരെ, ജീപ്പിനെ നോക്കാൻ ഇവിടെ ചെല്ലപ്പനുണ്ട്. അവൻ ഇവിടുത്തെ ഡ്രൈവറാണ്. എന്നിട്ടാ ഇതിങ്ങനെ നടക്കുന്നേ? എടകടവുളെ, എടോ ഇത് തമ്പി അദ്ദേഹം ഉപയോഗിച്ചിരുന്നാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ആയപ്പോ ഇതാരും തൊടാറില്ല. മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഞാനിത് നന്നാക്കാമെന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, നീ കുതിരയെ നോക്കിയാ മതി. ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്റെ ആരോഗ്യത്തിന് ആ ജോലി കൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല സ്വാമി. എന്നാൽ ഒരു കാട്ടാനയെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ? നിൽക്കാമോ? സ്വാമി കൊണ്ടുവരണം, ഞാൻ മെരുക്കാം. അത്രയ്ക്ക് അഹങ്കാരമോ? അഹങ്കാരമല്ല സ്വാമി, എന്റെ ശക്തി ഒന്ന് കാണിച്ചു തരാ. അവളും ശക്തിയാ ഉനക്ക്, എന്നാൽ ഒന്ന് കാണുമല്ലോ. ആഹാ. അപ്പടിയാ? അവൻ എന്താ പറയുന്നത്? സൗവാവനമ്മേ, നമുക്കൊരു കാട്ടാനയെ കിട്ടുമോ? എന്തിനാ സ്വാമി? അവന്റെ തിമിര് കണ്ടില്ലേ, അതൊന്ന് തീർക്കണം. അതിന് കാട്ടാനൊന്നും വേണ്ട. പിന്നെ എപ്പടി? അതിനൊരു വഴിയുണ്ട്. ചെല്ലപ്പാ, അമ്മ,